പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മുണ്ടക്കൈ ചൂരൽമല പഠനശാസ്ത്ര റിപ്പോർട്ട് തയ്യാറാക്കലും പരിസ്ഥിതി പ്രവർത്തകരുടെ ഒത്തുചേരലും ഈ സെപ്റ്റംബർ 13-ാം തീയതി ശനിയാഴ്ച കൽപ്പറ്റ ടിഡൻ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകരായ ബഷീർ ആനന്ദ് ജോണും ആരുഷ് കാരായും അറിയിച്ചു. ഞാൻ പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി ബഷീർ ആനന്ദ് ജോണാണ്. ഞങ്ങൾ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായ ആ സമയം മുതൽ തന്നെ അവിടെ ശാസ്ത്രീയമായ ജനകീയ ശാസ്ത്രീയ പഠനം നടത്തേണ്ടതുണ്ടെന്ന് ഞങ്ങൾ പറയേണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ട്രാൻസിഷൻ സ്റ്റഡീസ് എന്ന് പറയുന്ന തൃശ്ശൂരിലുള്ള ഒരു ഗ്രൂപ്പും അതുപോലെ പശ്ചിമഘട്ട സംരക്ഷണ സമിതിയും ചേർന്നിട്ട് സയൻറ്റിസ്റ്റുകളെ വരുത്തുകയും അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു പഠനം, സ്വതന്ത്രമായിട്ടുള്ള ഒരു ജനകീയ പഠനം നടത്തുകയും ചെയ്തു. അങ്ങനെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു 8 മാസം മുമ്പ് തുടങ്ങിയതാണ് ആ പഠനം. അത് ഇവിടെ സയൻറ്റിസ്റ്റുകൾ വന്ന് ഇവിടെ കൽപ്പറ്റയിൽ സ്റ്റേ ചെയ്തുകൊണ്ട് ആഴ്ചകളോളം ഇവിടെ നിന്നുകൊണ്ട് അവർ പഠനം നടത്തുകയും അവിടെ പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് പഠനം നടത്തുകയും അത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞരാണ്. അവരുടെ പേരുകളൊക്കെ സാഗർധാര, അതേപോലെ എസ് അഭിലാഷ്, TV സജീവ്, അതുപോലെ CK വിഷ്ണുദാസ്, അങ്ങനെ KR അജിതൻ, സ്മിത P കുമാർ തുടങ്ങി അതുപോലുള്ള വിദഗ്ധരായ ആളുകൾ, അറിയപ്പെടുന്ന ഭൗമശാസ്ത്രജ്ഞരും അതുപോലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇവിടെ തന്നെ നമ്മളെ ഹ്യൂം സെൻറ്ററിൻ്റെ വിഷ്ണുദാസ് സാർ അതിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ നേതൃത്വത്തിൽ അവരിവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് കുറേ കാലം പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുകയും ആ റിപ്പോർട്ട് സർക്കാരുകൾ നിയോഗിക്കുന്ന സംഘങ്ങൾ സ്വാഭാവികമായിട്ടും സർക്കാരിന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ഒരു അവസ്ഥയിലേക്കുണ്ട്. അതിന് ഉദാഹരണമാണല്ലോ നമ്മുടെ ഗാഡ്ഗിൽ റിപ്പോർട്ട് രാഷ്ട്രീയക്കാർ തള്ളിക്കളഞ്ഞത്. അപ്പോൾ രാഷ്ട്രീയക്കാർ അത്തരം ശാസ്ത്രീയ പഠനങ്ങളും ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ തള്ളിക്കളയുകയും വീണ്ടും ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിലനിൽക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വളരെ ജനകീയമായിട്ട് തന്നെ ഇതിൻ്റെ പഠനം നടത്തുകയും ആ റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ റിപ്പോർട്ട് തയ്യാറാക്കി വന്നപ്പോഴേക്ക് അത് 500 പേജുകളുള്ള ഒരു ബണ്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് ആ തരത്തിൽ അതൊരു പുസ്തകമായിട്ട് ആളുകളിൽ എത്തിക്കാം, അതുപോലെ സർക്കാരിന് സമർപ്പിക്കാമെന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പുസ്തക രൂപത്തിൽ ഇപ്പോൾ അത് തയ്യാറായിരിക്കുകയാണ്. മറ്റന്നാൾ ശനിയാഴ്ച, 2ാം ശനിയാഴ്ച 13-ാം തീയതി ഉച്ചയ്ക്ക് അത് മേധാ പട്കർ ഉദ്ഘാടനം ചെയ്യും. അതിൽ ജോസഫ് C മാത്യു എന്ന് പറയുന്ന പ്രമുഖ സാമൂഹ്യ നിരീക്ഷകനായിട്ടുള്ള നമ്മുടെ അദ്ദേഹം പങ്കെടുക്കുകയും പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും. ഈ പരിപാടിയിൽ അതിൻ്റെ കൂടെ പശ്ചിമഘട്ടത്തിന് തുരങ്കം വെക്കുകയോ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൽ തുരങ്കപാതയുമായിട്ടുള്ള ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് P ചാത്തുക്കുട്ടി, അതുപോലെ വിനോദ് പയ്യട, ജോയ് കൈതാരം, TV രാജൻ, MC കുഞ്ചിക്കനാരൻ, N ബാദുഷ, വർഗീസ് വട്ടേക്കാട്ടിൽ തുടങ്ങിയ പ്രമുഖരായ പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുന്നുണ്ട്. പിന്നെ അതിനുശേഷം ജോസഫ് C മാത്യു ഈ പുസ്തകം ഏറ്റുവാക്കിക്കൊണ്ട് ശംഷാദ് മരക്കാരും, അതുപോലെ നമ്മളിവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ശംഷാദ് മരക്കാർ, അതുപോലെ സാഗർധാര എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, S അഭിലാഷ് എന്ന് പറയുന്ന, TV സജീവ് എന്ന് പറയുന്ന വന ശാസ്ത്രജ്ഞൻ, CK വിഷ്ണുദാസ് എന്ന് പറയുന്ന ഇക്കോളജി സയൻറ്റിസ്റ്റ്, അതേപോലെ ചെറുവയൽ രാമൻ എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ രാമേട്ടൻ, KR അജിതൻ, സ്മിത P കുമാർ തുടങ്ങിയ ആളുകളെല്ലാം പങ്കെടുത്തുകൊണ്ട്, അത് കൂടാതെ പല ആളുകളും പല പ്രമുഖരും ഉണ്ട്. എല്ലാവരുടെയും പേരുകൾ പറയാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും പങ്കെടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു പരിപാടി 13-ാം തീയതി വയനാട്ടിലെ കൽപ്പറ്റയിലെ ട്രിഡൻ്റ് ആർക്കേഡ് ഹാളിൽ വെച്ചിട്ട്, കുണങ്ങോട് ജംഗ്ഷനിലുള്ള ട്രിഡൻ്റ് ആർക്കേഡ് ഹാള് 2 മണിക്ക് മേധാ പട്കർ ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ കൂടെ ഈ 400 രൂപ വിലയുള്ള പുസ്തകം 250 രൂപയ്ക്ക് അവിടെ ഹാളിൽ വരുന്നവർക്ക് ആ നിരക്കിൽ കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ ആ നിരക്കിൽ കിട്ടുന്നതല്ല. അപ്പോൾ ആ പരിപാടിയിലേക്ക് എല്ലാവരും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ തുരങ്കപാതയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിസ്ഥിതി കൂട്ടായ്മയും കൂടി അവിടെ ഉണ്ട്.
എൻ്റെ പേര് കാരായി അരൂഷ് എന്നാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്. അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മുണ്ടക്കയിൽ നിന്ന് തന്നെയാണ് തുരങ്കപാത തുടങ്ങുന്നത് എന്നുള്ളത് അതീവപരമായിട്ടുള്ള ഗൗരവപരമായിട്ടുള്ള ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. കാരണം ഒന്ന്, ഭൂമിക്കടിയിൽ നൂറുകണക്കിന് സ്ഫോടനം നടത്തുമ്പോൾ അങ്ങേയറ്റം കെട്ടുറപ്പുള്ള അടര് പോലുള്ള പാറ ഇടുക്കയുടെ ജോയിന്റുകൾ മുഴുവൻ ഇളകുകയും അതിശക്തമായ ആ തീവ്ര മഴയിൽ ഇതൊക്കെ വലിയൊരു ദുരന്തമായിട്ട് ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ജീവിതനാശം പോലും സംഭവിച്ചേക്കാവുന്ന ഒരു വലിയൊരു ദുരന്തം അതിനെ പറ്റിയിട്ട് യാതൊരു പഠനവും നടത്താതെ, ശാസ്ത്രജ്ഞന്മാരുടെ യാതൊരു അഭിപ്രായങ്ങളും തേടാതെ വെറും രാഷ്ട്രീയ മേഖലയിൽ മാത്രം ഒരു തീരുമാനം എടുക്കുന്ന ഒരു സമീപനമാണ് തുരങ്കപാത. അപ്പോൾ അത് അങ്ങേയറ്റത്തറല്, അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തറ ഇത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തുരങ്കപാത എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നിറല് അത് ജനങ്ങളുടെ ഒരു ജനകീയപരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല, മറിച്ച് പ്രാഥമികമായിട്ട് ഇതൊക്കെ നിറല് ഒരു ഇത് മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ടൊക്കെയാണ് തുരങ്കപാത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് ചിലവാക്കുന്ന പൈസയുടെ പകുതി മതി വയനാട്ടിൽ നിന്നുള്ളൊരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ. അപ്പോൾ അതിന് പകരം ഈ വളരെ ചുറ്റി വളഞ്ഞിട്ട് ഇപ്പം നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിനേക്കാൾ കൂടുതൽ ദൂരമാണ് യഥാർത്ഥത്തിൽ മേപ്പാടി വഴി മുണ്ടക്കയിൽ നിന്ന് തുടങ്ങുന്ന ഈ തുരങ്കപാതയുടെ ദൂരം. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അവർ പറയുന്ന ഉദ്ദേശമല്ല, മറിച്ച് മറ്റെന്തോ ആണ് തുരങ്കപാതയ്ക്ക് പിറകിലെന്ന് ആരെയും വ്യക്തമാണ്. ഇതാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ശാസ്ത്രജ്ഞന്മാരുടെയും അതുപോലെ തന്നെ പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധന്മാരുടെയും ശാസ്ത്രീയ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല തുരങ്കപാതയുടെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ അത് പുനഃപരിശോധിക്കണമെന്നാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടും പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള പറയാനുള്ളത്. അപ്പോൾ അത് പരിസ്ഥിതി കൂട്ടായ്മ അവിടെ ഉണ്ടാകുന്നതായിരിക്കും. ഒരു കാര്യം അതിൽ കൂടി ചേർക്കാവുന്നത്, അതായത് നമുക്ക് ഈ തുരങ്കം ഉണ്ടാക്കാൻ 4 വരി തുരങ്കം, ഈ 4 വരി പാതയൊക്കെ തുരങ്കമായിട്ട് ഈ ചമ്പ്രമല തുറന്നുകൊണ്ട് ഉണ്ടാക്കാനുള്ള യന്ത്ര സാമഗ്രികൾ നമ്മുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ യന്ത്ര സാമഗ്രികളുള്ള നമ്മൾ അങ്ങനെ അത്രയധികം വികസന പരിപാടികൾ ചെയ്യാനുള്ള യന്ത്ര സാമഗ്രികളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ഈ എത്രയോ കാലമായിട്ട് നമുക്ക് 5 ചുരം റോഡുകൾ നമുക്കുണ്ട് വയനാട്ടിലേക്ക്. അങ്ങനെ ഈ 5 ചുരം റോഡുകൾ നമ്മൾ താമരശ്ശേരി ചുരം, പിന്നെ കുറ്റ്യാടി ചുരം, പേരിയ ചുരം, പാൽച്ചുരം, അതേപോലെ നാടുകാണി ചുരം എന്നൊക്കെ പറഞ്ഞിട്ട് പക്രന്തളം, അതുപോലെ ഇത്രയും ചുരങ്ങൾ നമ്മുടെ വയനാട്ടിലേക്കുണ്ട്. ഈ ചുരങ്ങളുടെ സൈഡിലുള്ള ഇപ്പോൾ ഇത്രയും വലിയ മല തുരക്കാനുള്ള സാധനം നമ്മളെ കയ്യിലിരിക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ഈ പാറകൾ കുറച്ചെങ്കിലും ചുരണ്ടി കുറച്ച് വൈഡിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടോ? യഥാർത്ഥത്തിൽ ആ തരത്തിൽ അതിനുള്ള വനം വകുപ്പിൻ്റെയൊക്കെ അനുമതി എന്നോ ഉണ്ട് എന്നാണ് നമ്മൾ വിവരാവകാശം ചോദിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മലകളുടെ സൈഡിലുള്ള അല്ലെങ്കിൽ ആ റോഡിൻ്റെ സൈഡിലുള്ള ഇത്തരം പാറകളെ കുറച്ചെങ്കിലും ഒരു വണ്ടിയുടെ ഒരു ചെറിയൊരു ലൈന് കൂടി സൃഷ്ടിക്കുന്ന തരത്തിൽ എന്തുകൊണ്ട് വികസിപ്പിച്ചുകൂടാ? ആധുനികമായിട്ടുള്ള അത്തരം പരിപാടികൾ ചെയ്യാതെ ഈ വളരെ സെൻസിറ്റീവായിട്ടുള്ള 4 സ്ഥലങ്ങളിൽ പൊട്ടി ഒലിച്ച ഇപ്പുറത്തെ മുത്തുമലയും മുണ്ടക്കയും എത്രയോ കാലമായിട്ട് ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് പൊട്ടിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതുപോലെ അപ്പുറത്ത് ഏതാ സ്ഥലങ്ങൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പടിഞ്ഞാറൻ സൈഡിലും ഇതേപോലെ പൊട്ടിയൊലിക്കുന്ന സ്ഥലങ്ങളാണത്. ഇങ്ങനെയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഈ വലിയ ഗുഹയുണ്ടാക്കാനുള്ള ഒരു ഇത് യഥാർത്ഥത്തിൽ അത് രാഷ്ട്രീയമായിട്ടുള്ള എന്തോ തട്ടിപ്പിൻ്റെ ഭാഗമാണ്. ഇവിടെ മെഡിക്കൽ കോളേജ് നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാട് മുഴുവൻ വെട്ടിത്തെളിച്ചുള്ള മരങ്ങൾ മുഴുവൻ മുറിച്ച് കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജ് ഇല്ല എന്ന് പറഞ്ഞ പോലെ ഇത് ആളുകളെ പറ്റിക്കാനുള്ള ഒരു ഏർപ്പാടാണോ? ഇനി അഥവാ ഉണ്ടായാൽ തന്നെ നമ്മുടെ ഇവിടുത്തെ ഡാമുകൾ ഉണ്ടാക്കിയിട്ട് ഒരു ഉപകാരമില്ലാതെ കിടക്കുന്ന എത്രയോ 2-3 ഡാമുകൾ നമ്മളിവിടെ ഉണ്ട്. ഈ ഡാമുകൾ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഉപകാരമില്ലാതായ പോലെ രാഷ്ട്രീയക്കാർക്ക് കാശുണ്ടാക്കാനുള്ള ഒരു ഏർപ്പാടായിട്ട് ഇതെല്ലാം മാറ്റുന്ന ഒരു അവസ്ഥയ്ക്ക് ആളുകൾ വെറുതെ വെമ്പൽ കൊള്ളുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സ്റ്റണ്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് പോലെ ഇതും ആകും. അതുകൊണ്ട് ഇതിനു വേണ്ടി യഥാർത്ഥത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ 5 ചുരങ്ങൾ എന്തുകൊണ്ട് ആ പാറകൾ ഒന്ന് ചുരണ്ടി വികസിപ്പിക്കാനുള്ള, ആ പാറകളൊന്ന് ലേശം ഒന്ന് ചുരണ്ടി ആ വലിയ പ്രശ്നങ്ങളില്ലാതെ
അവിടുത്തെ പിന്നെ തടസ്സങ്ങൾ നീക്കാനുള്ള ഒരു പരിപാടി എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ 5000 കോടിയും 10000 കോടിയും ഒന്നും ചെലവാക്കേണ്ടി വരില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പൈസയൊന്നും കിട്ടില്ല എന്നുള്ളതാണ്. അത് ശരി. അതുപോലെ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ 250 കോടി മതി. മറ്റേത് 5000 കോടിയാണ്. ഈ 5000 കോടി എന്ന് ഒരുപാട് പൈസ ഇങ്ങനെ തിരിമറിയാക്കാനുള്ളൊക്കെ അവസ്ഥയുണ്ട്. മറിച്ച് ഇതിൽ നിന്ന് അത്രയൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധയില്ല. ജനങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ.